Today we are discussing a new chapter, Culture and Polity through Court Chronicles. അപ്പോൾ +2 ഹിസ്റ്ററിയിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സംസ്കാരവും രാഷ്ട്രീയ ഭരണവ്യവസ്ഥയും കൊട്ടാരം വൃത്താന്തങ്ങളിലൂടെ. കമ്പാരിറ്റീവ്ലി ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. മുഗൾ രാജഭരണത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. ദിനവൃത്താന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുഗൾ ഭരണം രചിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യ ചരിത്രം രചിക്കുന്നതിനുള്ള ഒരു പ്രധാന സ്രോതസ്സാണ് ദിനവൃത്താന്തങ്ങൾ. അപ്പോൾ എന്താണ് ദിനവൃത്താന്തങ്ങൾ? രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരം ചരിത്രകാരന്മാർ രാജാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളും കുറിപ്പുകളുമാണ് ദിനവൃത്താന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈനംദിന കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഭരണാധികാരികൾ നിയോഗിച്ച കൊട്ടാര ചരിത്രകാരന്മാരാണ് ദിനവൃത്താന്തങ്ങൾ തയ്യാറാക്കിയത്. ദിനവൃത്താന്തങ്ങൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചും വിലപ്പെട്ട പല വിവരങ്ങളും നമുക്ക് നൽകുന്നു. പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമാണ്? സാമ്രാജ്യത്തിൻ്റെ വ്യാപനം, മുഗൾ രാജസദസ്സിൻ്റെ പ്രൗഢി, അന്തഃപുരത്തിലെ ജീവിതം, മുഗൾ സാമ്രാജ്യത്തിന് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം അവ നമുക്ക് നൽകുന്നുണ്ട്. അക്ബർ നാമ, ബാദ്ഷാ നാമ, ആലംഗീർ നാമ, ഹുമയൂൺ നാമ തുടങ്ങിയവയാണ് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ദിനവൃത്താന്തങ്ങൾ. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോണിക്കിൾസ് ഇൻ മുഗൾ പീരീഡ്. ഏതൊക്കെയാണ്? അക്ബർ നാമ, ബാദ്ഷാ നാമ, ആലംഗീർ നാമ, ഹുമയൂൺ നാമ. കൂടാതെ ബാബറുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയായ തുസിക്കി ബാബരിയും മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന ഒരു കൃതിയാണ്. അബുൾ ഫസലാണ് അക്ബർ നാമയുടെ രചയിതാവ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരാണ് അബുൾ ഫസൽ? അക്ബറിൻ്റെ കോർട്ടിലെ ചരിത്രകാരനും പണ്ഡിതനും കവിയുമായിരുന്നു അബുൾ ഫസൽ. ആഗ്രയിലാണ് അബുൾ ഫസൽ ജനിച്ചത്. അബുൾ ഫസൽ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ഗ്രീക്ക് തത്വചിന്തയിലും സൂഫിസത്തിലും അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ ആകൃഷ്ടനായ അക്ബർ അദ്ദേഹത്തെ തൻ്റെ ഉപദേഷ്ടാവും നയവക്താവുമായിട്ട് നിയമിച്ചു. അക്ബറിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അബുൾ ഫസൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 13 വർഷമെടുത്താണ് അബുൾ ഫസൽ അക്ബർ നാമ പൂർത്തിയാക്കിയത്. അക്ബറിൻ്റെ കീഴിലുള്ള മുഗൾ ഭരണത്തിൻ്റെ വിശദാംശങ്ങൾ അക്ബർ നാമ നമുക്ക് നൽകുന്നു. ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ സവിശേഷതകൾ അത് ചിത്രീകരിക്കുന്നുണ്ട്. ഏത്? അക്ബർ നാമ. മുഗൾ സാമ്രാജ്യത്തിന് ഒരു സംയോജിത സംസ്കാരം ഉണ്ടായിരുന്നതായി അബുൾ ഫസൽ പറയുന്നു. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, മുസ്ലിങ്ങൾ, ജൈനമതക്കാർ തുടങ്ങിയ വിവിധ സമുദായങ്ങളുടെ ഒരു സമ്മിശ്ര സഹവർത്തിത്വമാണ് മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതെന്ന് അബുൾ ഫസൽ പറയുന്നുണ്ട്. ആലങ്കാരികമായൊരു ശൈലിയിലാണ് അബുൾ ഫസൽ ഇത് എഴുതിയിരിക്കുന്നത്. അക്ബർ നാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്, ഡിവൈഡഡ് ഇൻറ്റു 3 പാർട്സ്. ആദ്യം മുതൽ അക്ബറിൻ്റെ ആദ്യ 30 വർഷം വരെയുള്ള ചരിത്രമാണ് ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത്. രണ്ടാം ഭാഗം അക്ബറിൻ്റെ 46 ഭരണവർഷം വരെയുള്ള സംഭവങ്ങളെ വിശദീകരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐനി അക്ബരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് അക്ബറിൻ്റെ കാലത്തെ ഭരണ, സൈന്യ, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു. ഇന്ത്യ ചരിത്ര പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന് രൂപം നൽകി. അക്ബർ നാമയും ബാദ്ഷാ നാമയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അക്ബർ നാമ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഹെൻറി ബെവറിഡ്ജ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അക്ബർ നാമ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണെന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് ബാദ്ഷാ നാമയെക്കുറിച്ചാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്തെ ചരിത്രമാണ് ബാദ്ഷാ നാമ. അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ഇതിൻ്റെ രചയിതാവ്, ദ ഓഥർ ഓഫ് ദ ബാദ്ഷാ നാമ. ബാദ്ഷാ നാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്, ലൈക്ക് അക്ബർ നാമ. ആദ്യ 2 വോള്യങ്ങൾ ഷാജഹാൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 2 ദശകങ്ങളാണ് വിവരിക്കുന്നത്. വാരിസ് എന്ന മറ്റൊരു പണ്ഡിതനാണ് ഇതിൻ്റെ 3ാം വോള്യം എഴുതിയത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ടു ഫോളോയിങ് അക്ബർ നാമ ആൻഡ് ബാദ്ഷാ നാമ. അക്ബർ നാമയെക്കുറിച്ചും ബാദ്ഷാ നാമയെക്കുറിച്ചും വിശദീകരിക്കാൻ ചോദിക്കാം. ഇതൊരു
മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ദിനവൃത്താന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മുഗൾ ചരിത്രം രചിക്കപ്പെട്ടത് എന്ന് ചോദിക്കാം. മുഗൾ ചരിത്ര രചനയിൽ അക്ബർനാമയ്ക്കും ബാദ്ഷാനാമയ്ക്കുമുള്ള പങ്ക്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണം, മേക്കിംഗ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ക്രോണിക്കിൾസ്. അപ്പോൾ എങ്ങനെയാണ് ദിനവൃത്താന്തങ്ങൾ നിർമ്മിച്ചത് എന്നുള്ളതാണ്. മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രധാന സ്രോതസ്സാണ് ദിനവൃത്താന്തങ്ങൾ. ദിനവൃത്താന്തങ്ങൾ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണം ഒരു നീണ്ട പ്രക്രിയയായിരുന്നു. വിദഗ്ധരായ നിരവധി പേരുടെ അധ്വാനം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അക്കാലത്തെ എല്ലാ പുസ്തകങ്ങളും കൈയെഴുത്തു രൂപത്തിൽ ആയിരുന്നു. അവ സൂക്ഷിച്ചിരുന്ന കിതാബ് ഖാന എന്ന എഴുത്തുമുറിയിലാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കിതാബ് ഖാന ഒരു കൈയെഴുത്ത് പ്രതിയുടെ നിർമ്മാണത്തിൽ നിരവധി പേർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. കടലാസ് നിർമ്മാതാക്കൾ, പകർപ്പെഴുത്തുകാർ, പകിട്ട് വരുത്തുന്നവർ, ചിത്രകാരന്മാർ, ബുക്ക് ബൈൻഡേഴ്സ് എന്നിങ്ങനെ. കൈയെഴുത്തുകൾ കാലിഗ്രാഫേഴ്സ് വ്യതിരിക്തമായ ശൈലിയിലാണ് പുസ്തകം തയ്യാറാക്കിയത്. വിശേഷപ്പെട്ട സ്ഥാനം അവർക്കായിരുന്നു. അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ട ശൈലി നസ്റ്റാലിക് രചനാ ശൈലിയായിരുന്നു. ഗലം എന്ന ഒരു തരം പേന മഷിയിൽ മുക്കിയാണ് ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത്. പകിട്ട് വരുത്തുന്നവർ താളുകൾക്ക് വർണ്ണാഭമേകി. ചിത്രകാരന്മാർ പുസ്തകത്തിലെ രംഗങ്ങൾക്ക് ചിത്രം വരച്ചു. പുസ്തകം കുത്തിക്കെട്ടുന്നവർ താളുകളെല്ലാം ചേർത്ത് അലങ്കൃതമായ ചട്ടക്കൂടിനുള്ളിൽ അവയെ പുസ്തകമാക്കി. അപ്പോൾ ഈ ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണിത് നിർമ്മിച്ചതെന്ന് എക്സാമിന് ചോദിക്കാം. ചിത്രങ്ങളുടെ ഉദ്ദേശം രംഗങ്ങൾ വിവരിക്കുകയായിരുന്നെങ്കിലും അത് പുസ്തകങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുക കൂടെ ഉണ്ടായി. അത് ലിഖിതങ്ങളെക്കാൾ ആശയങ്ങൾ വായനക്കാരിലേക്ക് നൽകുകയുണ്ടായി. മുഗൾ രാജസദസ്സിലെ രംഗങ്ങൾ അത് ചിത്രീകരിച്ചു. പേർഷ്യൻ ഭാഷയിലാണ് ദിനവൃത്താന്തങ്ങൾ എഴുതിയത്. തുടർന്ന് പേർഷ്യൻ മുഗൾ കൊട്ടാരത്തിലെ ഭരണഭാഷയായി മാറി. വിച്ച് വാസ് ദ കോർട്ട് ലാംഗ്വേജ് ഓഫ് മുഗൾ? ഏതാണ്? പേർഷ്യൻ ലാംഗ്വേജ്. അപ്പോൾ ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. നെക്സ്റ്റ് സബ് ഹെഡിങ് മുഗൾ സാമ്രാജ്യം, അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചാണ്. മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ സഹീറുദ്ദീൻ ബാബർ ആയിരുന്നു. ഫൗണ്ടർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി? ബാബർ. മംഗോൾ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ്റെയും തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും പിന്മുറക്കാരനായിരുന്നു അദ്ദേഹം. ട്രാക്സോക്സിയാനയിലെ ഫർഗാന എന്ന ചെറിയ രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അദ്ദേഹം ഡൽഹി ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഏത്? ലോധി വംശത്തിലെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറപ്പാകി. അപ്പോൾ ബാബറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസ്കി ബാബരി അല്ലെങ്കിൽ ബാബർ നാമ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ സംഭവത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. മുഗൾ സാമ്രാജ്യം ഭരിച്ച പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമാണെന്നാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇവരാണ് ഗ്രേറ്റ് മുഗൾസ് എന്നറിയപ്പെടുന്ന ഭരണാധികാരികൾ. പിന്നീട് വന്നവർക്കൊന്നും ഇത്ര പ്രാധാന്യമില്ല. ഔറംഗസേബിൻ്റെ കീഴിൽ മുഗൾ സാമ്രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. ആലംഗീർ എന്ന സ്ഥാനപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1707 ഔറംഗസീബിൻ്റെ മരണത്തോടെ സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബഹദൂർ ഷാ രണ്ടാമൻ, അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തുകയും ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പോൾ ലാസ്റ്റ് റൂളർ ഓഫ് മുഗൾ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അതോടുകൂടി മുഗൾ ഭരണം നാമാവശേഷമാവുകയാണ് ഉണ്ടായത്. ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമായി. നെക്സ്റ്റ് തിയറി ഓഫ് കിങ്ഷിപ്പ് ആൻഡ് സോവണിറ്റി ഓഫ് അക്ബർനാമ. അക്ബർനാമയിൽ പറഞ്ഞിട്ടുള്ള കിങ്ഷിപ്പിനെ കുറിച്ചുള്ള തിയറികൾ എന്തെല്ലാമാണെന്നാണ്.
രാജ്യത്വ പരമാധികാരം എന്നിവയെക്കുറിച്ചുള്ള മുഗൾ സിദ്ധാന്തം അബുൾ ഫസൽ ഐനി അക്ബരിയിൽ വിവരിക്കുന്നുണ്ട്. രാജാക്കന്മാർ എല്ലാ മതവിശ്വാസങ്ങൾക്കും അതീതരാണെന്നും മതപരമായ കടമ അവരുടെ കടമകളെ തടസ്സപ്പെടുത്തരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക കരാറാണ് സോവർണിറ്റി എന്നാണ് അബുൾ ഫസൽ വിശദീകരിക്കുന്നത്. ഭരണാധികാരി പ്രജകളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നെക്സ്റ്റ്, മുഗൾ സാമ്രാജ്യത്തിന് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. ഇറാനുമായും തുർക്കിയുമായി മുഗൾ സാമ്രാജ്യത്തിന് ബന്ധമുണ്ടായിരുന്നു. ഇറാനുമായിട്ട് സമാധാനപരമായ ബന്ധം മാത്രമല്ല, സംഘർഷഭരിതമായ ഒരു ബന്ധം കൂടി നിലനിന്നിരുന്നു. ഹിന്ദുക്കുഷിനെ പറ്റിയും കാണ്ഡഹാറിനെ ചൊല്ലി നിരന്തരമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു. സാമ്പത്തികവും മതപരവുമായ താല്പര്യങ്ങൾ ഓട്ടോമൻ തുർക്കികളുമായിട്ടുള്ള ബന്ധത്തെയും സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാമാണ് അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സ്ത്രീകളുടെ പങ്ക്. മുഗൾ കോർട്ടിൽ കൊട്ടാര സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്കിനെ കുറിച്ചാണ്. മുഗൾ സാമ്രാജ്യത്തിലെ സ്ത്രീകൾ കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അവരിൽ പലരും വിവിധ ഭരണാധികാരികളുടെ കീഴിൽ പ്രധാന ചുമതലകൾ വഹിച്ചിരുന്നു. ബാബറിൻ്റെ മകളും ഹുമയൂണിൻ്റെ സഹോദരിയുമായ ഗുൽബദൻ ബീഗം ഇതിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. ഗുൽബദൻ ബീഗം സാഹിത്യരംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ് അവർ. പേർഷ്യൻ, തുർക്കി ഭാഷകളിൽ ധാരാളം കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. അവർ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഹുമയൂൺ നാമ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഈ കൃതി ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കായിട്ട് പരിഗണിക്കപ്പെടുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല ചരിത്രം പഠിക്കാൻ സഹായകമായൊരു പ്രധാന സ്രോതസ്സാണ് ഹുമയൂൺ നാമ. ബാബറിൻ്റെയും അക്ബറിൻ്റെയും ഹുമയൂണിൻ്റെയും ഭരണകാലത്തെക്കുറിച്ച് അവർ വിശദമായി എഴുതിയിട്ടുണ്ട്. രാജകുടുംബത്തിലെ കുഴപ്പങ്ങളും സംഘർഷങ്ങളും അവർ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മുഗൾ ചരിത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ വനിതയാണ് ജഹാംഗീറിൻ്റെ ഭാര്യയായ നൂർജഹാൻ. അക്കാലത്തെ വസ്ത്രധാരണ രീതി ചിട്ടപ്പെടുത്തിയത് നൂർജഹാനാണെന്ന് പറയപ്പെടുന്നു. ഷാജഹാൻ്റെ പുത്രിമാരായ ജഹനാരയും റോഷ്നാരയും എടുത്തു പറയേണ്ട സ്ത്രീത്വങ്ങളാണ്. ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റിന് രൂപകൽപ്പന ചെയ്തത് ജഹനാരയാണെന്ന് പറയപ്പെടുന്നു. സൂഫി സന്യാസിയായ മൊയ്തീൻ ചിസ്തിയുടെ ജീവചരിത്രം ജഹനാര എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചാന്ദിനി ചൗക്ക് വാസ് ഡിസൈൻഡ് ബൈ ജഹനാര. അപ്പോൾ മുഗൾ കാലഘട്ട ഐക്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഒരു ഹാർമണി ഇൻ്റഗ്രേഷനും ഉള്ളൊരു കാലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അക്ബറിന് വിശാലമായൊരു മതവീക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകൾ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മതസഹിഷ്ണുതയുടെ ഒരു നയമാണ് അദ്ദേഹം പിന്തുടർന്നത്. എല്ലാ മതങ്ങളോടും ആദരവും സഹിഷ്ണുതയും അദ്ദേഹം കാണിച്ചു. വിവിധ മതവിഭാഗങ്ങളുടെ മതപരമായ ചർച്ചകൾ നടത്തുന്നതിനായിട്ട് ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന എന്നൊരു പ്രാർത്ഥനാ മന്ദിരം അദ്ദേഹം അക്ബർ പണിയെഴുപ്പിക്കുകയുണ്ടായി. അപ്പോൾ പ്രാർത്ഥനാ മന്ദിരത്തിൻ്റെ പേരെന്താണ്? ഇബാദത്ത് ഖാന. വിവിധ മതങ്ങളുടെ അന്തസത്ത അറിയാനുള്ള ജിജ്ഞാസയിൽ നിന്ന് മതത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് അദ്ദേഹം വളർത്തിയെടുത്തു. അതാണ് സുൽഫിക്കുൽ, സാർവത്രികമായ സമാധാനം എന്ന ആശയം. എല്ലാ ചിന്തകൾക്കും മതങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന ആശയമാണ് അദ്ദേഹത്തിൻ്റെ പ്രബുദ്ധമായ ഭരണത്തിൻ്റെ അടിത്തറ. സമാധാനവും സമത്വവും നീതിയും അദ്ദേഹം രാജ്യത്ത് ഉറപ്പാക്കുകയുണ്ടായി. കൂടാതെ വിവാഹബന്ധങ്ങളുടെ വിവിധ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ചു. തീർത്ഥാടക നികുതിയും ജസിയ എന്ന നികുതിയും നിർത്തലാക്കി. അപ്പോൾ എന്താണ് ജസിയ? അമുസ്ലിങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നൊരു നികുതിയാണ് ജസിയ. ഇത് അക്ബർ നിർത്തുകയുണ്ടായി. ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും പരിപാലനത്തിനും സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി അക്ബർ നിരവധി സാമൂഹ്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സതി എന്ന ദുരാചാരം അദ്ദേഹം നിർത്തലാക്കാൻ ശ്രമിച്ചു. സതി എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. കൂടാതെ വിധവ പുനർവിവാഹം നിയമവിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. നെക്സ്റ്റ്, മുഗൾ രാഷ്ട്രത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ്. ചക്രവർത്തിയായിരുന്നു
ഭരണത്തലവൻ. അപ്പോൾ സുപ്രീം അതോറിറ്റി ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. രാജ ബീർബൽ പ്രഭുപദത്തിലെത്തിയ ഒരു രജപുത്ര നേതാവായിരുന്നു. അപ്പോൾ രജപുത്രർക്ക് അക്ബറിന്റെ സദസ്സിൽ ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നു. രജപുത്രനായ രാജ ടോട്ടർമാൾ അക്ബറിന്റെ ഒരു മന്ത്രിയായിരുന്നു. ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്ത് ഇറാനികളെ ഉന്നത ഉദ്യോഗങ്ങളിൽ നിയമിച്ചിരുന്നു. ഔറംഗസീബിന്റെ ഭരണകാലത്ത് മറാത്തികളും രജപുത്രരും മുഗൾ ഉദ്യോഗങ്ങളിലേക്ക് ധാരാളമായി നിയമിക്കപ്പെട്ടു. ഷാജഹാന്റെ ഭരണകാലത്ത് ഹിന്ദു ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മുഗൾ സാമ്രാജ്യത്തിൽ മുഗൾ സാമ്രാജ്യത്തെ അനേകം പ്രവിശ്യകളാക്കി വിഭജിച്ചിരുന്നു. അത് നമ്മൾ നേരത്തെ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞതാണ്. അവയെ സുബകൾ എന്നാണ് വിളിച്ചിരുന്നത്. സുബേദാർ, ദിവാൻ, ബക്ഷി, ഗാസി, കോട്ട്വാൾ, വാക്യ, നാവിസ് എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് സുബകളുടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സുബകളുടെ ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥന്മാർ. അതായത് സുബേദാർ, ദിവാൻ, ബക്ഷി, ഗാസി, കോട്ട്വാൾ തുടങ്ങിയ ഉദ്യോഗസ്ഥരെ. സുബകളെ സർക്കാരുകളെ ഫർഗാനകളായിരിക്കും വിഭജിച്ചിരുന്നു. സർക്കാരിൻ്റെ തലവൻ ഫൗജ്ദാർ ആയിരുന്നു. അപ്പോൾ ഹെഡ് ഓഫ് ദി സർക്കാർ ഫൗജ്ദാർ. അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഫർഗാനയുടെ ഭരണത്തലവൻ ഷിക്താർ ആയിരുന്നു. ഓരോ ഫർഗാനയും ഗ്രാമങ്ങളാക്കി വിഭജിക്കപ്പെട്ടിരുന്നു. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻ ഓഫ് ദ മുഗൾസ്. കോൺട്രിബ്യൂഷൻ ഓഫ് കൾച്ചറൽ പ്ലൂരാലിറ്റി ഓഫ് ദ മുഗൾസ്. സാംസ്കാരിക വൈവിധ്യത്തിലേക്കുള്ള അവരുടെ സംഭാവനകൾ, മുഗൾ രാജാക്കന്മാരുടെ സംഭാവനകൾ എന്തെല്ലാമാണെന്നാണ്. മുഗൾ കാലഘട്ടം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. തുർക്കി, ഇറാൻ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും തമ്മിൽ സമന്വയിക്കുന്നതിന് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. വാസ്തുവിദ്യ, ചിത്രകല, ഭാഷ, സാഹിത്യ, സംഗീത, ആചാരങ്ങൾ എന്നിവയിൽ ഈ സമന്വയം നമുക്ക് കാണാൻ സാധിക്കും. മുഗൾ ഭരണാധികാരികൾ നിരവധി കോട്ടകൾ, കൊട്ടാരങ്ങൾ, കവാടങ്ങൾ, മസ്ജിദുകൾ, ഉദ്യാനങ്ങൾ എന്നിവ നിർമ്മിക്കുകയുണ്ടായി. ആഗ്ര കോട്ട, ഫത്തേപൂർ സിക്രി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. കൂടാതെ ബംഗാളിലെയും ഗുജറാത്തിലെയും വാസ്തുവിദ്യ ശൈലികൾ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പ്രകടമാണ്. അക്ബർ തൻ്റെ രജപുത്ര ഭാര്യമാർക്കായി ഗുജറാത്തി ശൈലിയിൽ കൊട്ടാരങ്ങൾ പണിയുകയുണ്ടായി. പേർഷ്യൻ സ്വാധീനം ഇവിടെ കാണാൻ കഴിയും. ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ബുലന്ദ് ദർവാസ. ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഷാജഹാൻ്റെ കാലത്ത് തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റി. അപ്പോൾ 3 ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ബാബറിൻ്റെ കാലത്ത് ആഗ്ര, അക്ബറിൻ്റെ കാലത്ത് ഫത്തേപൂർ സിക്രി, ഷാജഹാൻ്റെ കാലത്ത് ഷാജഹാനാബാദ്. ഇതൊക്കെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയുടെ ഉദാഹരണങ്ങളാണ്. കൂടാതെ ചെങ്കോട്ട, ജൂമാ മസ്ജിദ്, താജ്മഹൽ തുടങ്ങിയ നിർമ്മിതികൾ ഷാജഹാൻ്റെ കാലത്ത് നിർമ്മിച്ചവയാണ്. ഇതൊക്കെ ലോകപ്രശസ്തമായ നിർമ്മിതികളാണ്. മുഗൾ ചിത്രകല ഇന്ത്യൻ, പേർഷ്യൻ ശൈലികളുടെ മനോഹരമായൊരു സംയോജനമാണ്. പൊതുവെ വലിപ്പം കുറഞ്ഞ ഇവയെ മുഗൾ ചിത്രകലയെ മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ എന്നാണ് വിളിക്കുന്നത്. അറബി, പേർഷ്യൻ ഭാഷകളിൽ നിന്നുള്ള പല പ്രയോഗങ്ങളിൽ ഇന്ത്യൻ ഭാഷ കടമെടുക്കുകയും അങ്ങനെ പേർഷ്യൻ, അറബി, ഇന്ത്യൻ, വടക്കേ ഇന്ത്യയിലെ ഭാഷകൾ കൂടെ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷ ഉണ്ടായി. ഇതാണ് ഉറുദു ഭാഷ. അങ്ങനെ ഉറുദു ഭാഷ ഉദയം ചെയ്യുകയുണ്ടായി. പേർഷ്യൻ കവിത അതിൻ്റെ ഉന്നതിയിലെത്തിയത് മുഗൾ കാലഘട്ടത്തിലാണ്. അബുൾ ഫസലിൻ്റെ സഹോദരനായ അബുൾ ഫൈസി അറിയപ്പെടുന്ന ഒരു പേർഷ്യൻ കവിയായിരുന്നു. മഹാഭാരത, രാമായണം തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഇക്കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. രസമനാമ എന്ന പേരിലാണ് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. മഹാഭാരത ട്രാൻസ്ലേറ്റ് ഇൻ ടു പേർഷ്യൻ നോൺ ആസ് രസമനാമ. അപ്പോൾ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. സംസ്കൃത ഭാഷ ഇക്കാലത്ത് പുരോഗതി പ്രാപിക്കുകയുണ്ടായി. മുഗൾ രാജസദസ്സിലെ ഈ ഭാഷയെ ഉപയോഗിച്ചിരുന്നു. ഈ സാംസ്കാരിക സമന്വയം സംഗീതം, വസ്ത്രധാരണം, ഭക്ഷണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചു. ചുരുക്കത്തിൽ മുഗൾ കാലഘട്ടം ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ വളർച്ചയ്ക്ക്
നിരവധി സംഭാവനകൾ ഏകിയ ഒരു കാലഘട്ടമായിരുന്നു. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ദാരാ ഷുക്കോവിനെ കുറിച്ചൊരു ചെറിയ ഒരു ഭാഗം പറയുന്നുണ്ട്. സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു പ്രതീകമാണ് ദാരാ ഷുക്കോ. ഷാജഹാൻ്റെ മൂത്ത പുത്രനായിരുന്നു ദാരാ ഷുക്കോ. ഭാരതീയ തത്വചിന്തയിൽ അദ്ദേഹത്തിന് അഗാധ ജ്ഞാനമുണ്ടായിരുന്നു. ഉപനിഷത്തുകൾ സിർക്കി അക്ബർ എന്ന പേരിലാണ് അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. മജ്മ ഉൽ ബഹറിൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേർഷ്യൻ ഭാഷയിലുള്ള ഇമ്പോർട്ടൻ്റ് വർക്കാണ്. ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കൃതി. വേദാന്തവും സൂഫിസവും തമ്മിലുള്ള സമാനതകൾ വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ലാംഗ്വേജ് വാസ് ബോൺ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ഹിന്ദാവി ആൻഡ് പേർഷ്യൻ. ഏതാണത്? ഉറുദു. ദ ഓട്ടോബയോഗ്രഫി ഓഫ് അക്ബർ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ബാബർനാമ അല്ലെങ്കിൽ തുസിക്കി ബാബരി. ജസിയ വാസ് റീഇമ്പോസ്ഡ് ബൈ ആരാണ്? ഔറംഗസേബ്. അപ്പോൾ ജസിയ നിർത്തലാക്കിയത് അക്ബർ, അത് റീഇമ്പോസ് ചെയ്തത് ആരാണ്? ഔറംഗസേബ്. ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മുഗൾ ഏതാണ്? ആഗ്ര. അക്ബർ ബിൽറ്റ് എ ന്യൂ ക്യാപിറ്റൽ ഏതാണ്? ഫത്തേപൂർ സിക്രി. ഹൂ കൺസ്ട്രക്റ്റഡ് ഇബാദത്ത് ഖാന? അക്ബർ. ദ മുഗൾ റൂളർ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ജരോക്ക ദർശൻ അതാരാണ്? അക്ബർ. അത് തൻ്റെ പ്രജകൾക്ക് ദർശനം നൽകുന്നൊരു ചടങ്ങാണ്. കൂടാതെ സാത്ത് സവർ ഇറ്റ് വാസ് കൺസിഡേർഡ് മാൻസബ്ദാരി സിസ്റ്റം ഈസ് കൺസിഡേർഡ് ആണ്. സാത്ത് സവർ ഇത് കുതിരപ്പടയാളികളുടെ എണ്ണത്തേക്ക് സൂചിപ്പിക്കുന്നതാണ്. റൈറ്റ് റൂമോ അക്ബർ കിതാബ് ഗാന. ഹൂ കൺസ്ട്രക്റ്റഡ് ആഗ്ര ഫോർട്ട് ആരാണ്? അക്ബർ. ന്യൂ ബിലീവ് അക്ബർ ദിൻ ഇലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇലാഹി. മിലിറ്ററി കമാൻഡർ ഓഫ് മുഗൾ ആരാണ്? മീർ ബക്ഷി. നെക്സ്റ്റ് നോബൽ വൈഫ് ഓഫ് മുഗൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബീഗം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ല വ്യക്തമായിട്ട് കേൾക്കുക, പോയിൻറ്സുകളൊക്കെ എഴുതി വയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്.